ഞാൻ ഒരു സ്ത്രീയെ ആദ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നത് 18ാമത്തെ വയസ്സിലാണ്. ആ 18 വയസ്സ് വരെ സ്ത്രീ എന്ന് പറയുന്ന എൻ്റെ ഒരു വലിയ കൗതുകം. അമ്മ ചോദിക്കും, ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടുപോയി വിട്ടു? അപ്പം ഞാൻ ആ പുല്ലുവായിൽ നിന്നാണ് വിമൻസസ് ഉണ്ടാകുന്നത്. ഒരു ട്രൈബൽ ട്രാൻസ്ജെൻഡറായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ നാട്ടിൽ പറയും, ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എവിടെയോ പറയുന്നുണ്ട്, പൊയ്ത്തതിൻ്റെ മേലെ നായും തൂറി എന്ന്. ഇവരെ കണ്ണ്, സ്കിൻ ടോണൊക്കെ നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്താലും ചിലപ്പോൾ അത് എൻ്റെ പരിമിതിയായിരിക്കും, എനിക്കത് നിർബന്ധമാണ്. അങ്ങനെ ഗുളികൻ്റെ കണ്ണിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഗുളികനെ കിട്ടും. അവബോധം കൊണ്ടാണ് അവരതിനെ മെരുക്കി, അതിനെ വേദനിപ്പിക്കാതെ അങ്ങനെ ഒരു പാട്ടാക്കി അതിനെ എടുത്തത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സിത്താര കൃഷ്ണകുമാറിന് തന്നെ. ചോലനായകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റ് ട്രൈബൽ ഗ്രൂപ്പിനെ പോയി, ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ പരമാധികാര സ്വാതന്ത്ര്യ വ്യവസ്ഥയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഒരു കിങ് ഓഫ് ദ ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ സന്തോഷം എൻ്റെ ഉള്ളിലേ ഉള്ളൂ. എനിക്ക് കൂടെ പൈസ മുടക്കാൻ എൻ്റെ കൂടെ നിന്ന എൻ്റെ പങ്കാളിക്ക് ടെൻഷനാണ്. എന്താണ് ഇതിനു വേണ്ടി ഈ പൈസ ഇനി തിരിച്ച് കിട്ടിയിട്ടില്ല എന്ത് ചെയ്യും? അളവ് ഓരോ മാസത്തെ അടവ് അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് ഇത് ചർച്ചയാവും. കാരണം ടീച്ചറുടെ അടവ് തെറ്റി, മാഷാകെ പ്രശ്നത്തിലാണ്, സാമ്പത്തികമായിട്ട് കുടുങ്ങുന്നു. എൻ്റെ വിഷ്വൽ എനിക്ക് എടുത്തു തരാൻ അവരുടെ ക്യാമറയ്ക്ക് കഴിയില്ല, അവരുടെ ഹൃദയത്തിന് കഴിയുള്ളൂ. ആ ഹൃദയമുള്ള മനുഷ്യരാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതൊരു ഇൻ്റർവ്യൂ ആയിട്ടല്ല ഫീൽ ചെയ്തത്. സംസാരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത്, മനസ്സ് തുറക്കാൻ കഴിയുന്നു എന്നുള്ള നിങ്ങളെ ചോദ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. സന്തോഷം. നമസ്കാരം. ഏഷ്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലായ മാഡിസം ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഈ ഒരു പതിപ്പിലേക്ക്, ആദ്യ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഫെസ്റ്റിവൽ ശ്രദ്ധിക്കുന്ന മുഴുവൻ മലയാളികൾക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. ചലച്ചിത്ര പ്രേമികളായ, ഗൗരവത്തോടുകൂടി സിനിമയെ സമീപിക്കുന്ന മലയാളി പ്രേക്ഷകരുടെ മുൻപിൽ ഇനിയൊരു മുഖവുര ആവശ്യമില്ലാത്ത വിധം ശ്രദ്ധേയനായി കഴിഞ്ഞ ചലച്ചിത്ര സംവിധായകൻ ഉണ്ണികൃഷ്ണൻ അവളയാണ് ഇന്ന് ഈ സെഷനിൽ നമ്മളോടൊപ്പം ഉള്ളത്. തൻ്റെ രണ്ടാമത്തെ ഫീച്ചർ സിനിമയായ തന്തപ്പേര് എന്ന ചിത്രം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറെ ശ്രദ്ധേയമായ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഉണ്ണികൃഷ്ണൻ അവളയോടൊപ്പം ഈ സെഷനിൽ ഇരിക്കുന്നത്. രജത ചകോരം ഓഡിയൻസ് പോൾ, ഇൻ്റർനാഷണൽ ജൂറി പ്രൈസ്, നെറ്റ്പാക്ക് മികച്ച മലയാള ചിത്രം എന്നീ ശ്രദ്ധേയമായ പുരസ്കാരങ്ങളാണ് തന്തപ്പേര് എന്ന ചിത്രം കരസ്ഥമാക്കിയത്. വളരെ ഗ്രാമീണമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിക്കുകയും ഗ്രാമീണമായ കേരളത്തിൻ്റെ തനത് സവിശേഷത എന്ന് പറയാവുന്ന ഗ്രാമജീവിതത്തിൻ്റെ ഭാഗമായ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സജീവമായി നിൽക്കുകയും ചെയ്ത ഉണ്ണികൃഷ്ണന് 1.5 പതിറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള ഒരു ചലച്ചിത്ര ജീവിതത്തിൻ്റെ, ചലച്ചിത്ര പഠനത്തിൻ്റെ, ചലച്ചിത്ര അന്വേഷണങ്ങളുടെ സുദീർഘമായ ഒരു ചരിത്രമുണ്ട്. ഏറെ സന്തോഷത്തോടെ സാഹിത്യ സംവാദത്തിൻ്റെ ഈ വേദിയിലേക്ക് ഉണ്ണികൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. നമ്മൾ ഉണ്ണികൃഷ്ണൻ്റെ സിനിമകളുടെ ഒരു ശീർഷകങ്ങൾ നോക്കിയാൽ വിമൻസസ്, ഉടലാഴം, തന്തപ്പേര്, ഈ സിനിമകളൊക്കെ പലതരത്തിൽ മലയാളികളുടെ സാംസ്കാരിക സാമൂഹ്യ ജീവിതത്തെ ആഴത്തിൽ തൊടുന്ന നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇവയിലെല്ലാം നമുക്ക് കോമണായി കാണാവുന്ന ഒരാകാംക്ഷ മനുഷ്യൻ്റെ കാമനകളുമായി ബന്ധപ്പെട്ടതാണ്. ശരീരം എന്ന് പറയുന്ന ഒരു പ്രമേയവുമായി, പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായും അത് മാത്രമല്ല സിനിമകളൊന്നും ഞാനങ്ങനെ അതിനെ ഒരു പ്രത്യേക ആംഗിളിൽ ഫോക്കസ് ചെയ്യുകയല്ല. പക്ഷെ കോമണായി കണ്ടെത്താവുന്ന ഒരു പ്രശ്നം ഇതാണ്: മനുഷ്യൻ്റെ പലതരത്തിൽ അടിച്ചമർത്തപ്പെട്ട കാമനകൾ, അത് സംബന്ധിക്കുന്ന സമൂഹത്തിൻ്റെ മുൻവിധികൾ വളരെ സജീവമായി ഒരുപക്ഷെ അത്തരം ഒരു ലോകത്തെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ എപ്പോഴാണ് തോന്നിയത്? അതെങ്ങനെയാണ് ഒരു പ്രശ്നമായി ഉള്ളിൽ കടന്നു വന്നത്? ഇതിലാരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു നന്ദി പറഞ്ഞു തുടങ്ങാം. കാരണം ഇത്ര മനോഹരമായിട്ട് എന്നോട് ഒരാൾ ആ ചോദ്യം ചോദിക്കുന്നത് ആദ്യമായിട്ടാണ്. താങ്ക് യു. വെൽക്കം. ഞാൻ ഈ IFFKയിൽ രണ്ടാമത്തെ തവണയാണ് എൻ്റെ സിനിമ വരുന്നത്. IFFKയിൽ പങ്കെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും പലപ്പോഴും എനിക്ക് പറ്റാറില്ല. കാരണം
ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന എനിക്ക് കുട്ടികളുടെ എക്സാം സമയമായിരിക്കും, അപ്പോൾ ലീവ് എടുത്തിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ IFFK അധികം ഒന്നും കാണാതെ ഉടലാഴവും കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് IFFK പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തന്തപ്പേരും കൊണ്ട് ഞാൻ വരുന്നു. ഞാൻ ഈ ചോദ്യം കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തായിരുന്നു എന്നറിയോ? ആളുകളൊക്കെ ഇപ്പം സിനിമയെക്കുറിച്ച് കുറച്ച് ആളുകളെങ്കിലും വന്നിട്ട് ഉണ്ണിയല്ലേ എന്ന് ചോദിച്ച് ലോകം പറയുമ്പോൾ ഞാൻ അപ്പുറത്തിരിക്കുന്നൊരു മനുഷ്യനെ ആലോചിക്കും. ഒരു 5-6 മാസങ്ങൾക്കപ്പുറത്ത് ഞാൻ എന്തായിരുന്നു എന്നുള്ളത്. ഈ IFFK ഇങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ചിലപ്പം ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലേക്ക് എൻ്റെ സിനിമ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഉണ്ണിയെ എനിക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും ഞാൻ അവിടെ നിന്നുകൊണ്ട് മറുപടി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ വെളിച്ചത്തിലിരുന്നു കൊണ്ട് പറയുന്നതിനേക്കാൾ എൻ്റെ മുന്നിൽ ഇരുട്ടാണോ വെളിച്ചമാണോ വരാനിരിക്കുന്നത് എന്ന് ഭയങ്കര ആശങ്കപ്പെട്ട ആ ആവളക്കാരനോട് ആണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടിക്കാലമാണ് എന്നെ രൂപീകരിച്ചത് പ്രധാനമായിട്ടും. ഞാൻ ശരിക്കും സങ്കടത്തോടെ അല്ലാതെ എനിക്കത് ഓർത്തെടുക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പം ഷിജുമാഷിൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ അത് ഇമോഷണലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വടകരക്കാരൻ ഒരു ആവളക്കാരനോട് സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പശുവിൻ്റെ കച്ചവടം അറിയാലോ. അതായത് അത്ര ആറ്റുനോറ്റ് പോറ്റിയിട്ട് പശു പ്രസവിച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ കുട്ടികൾക്ക് അറിയാം ഈ പശുവിനെ പിന്നെ വേറൊരാളുടെ പശുവായിരിക്കും അത്. ഈ കുട്ടീനെ വളർത്താൻ ഇയാൾക്ക് കിട്ടും. കറവ് കഴിയുന്നത് വരെ ഇവർക്ക് പാലെടുക്കാം. ഇതാണ് വ്യവസ്ഥ. അത് കഴിഞ്ഞ് പശുവിനെ അവർ കൊണ്ടുപോകും. അടുത്ത പ്രസവം അവർക്കുള്ളതാണ്. ഈ കുട്ടിയെ വളർത്തി. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം അങ്ങനെ ഒരു അനുഭവമായിരുന്നു. അത് ഇപ്പോഴാണ് ഞാനതിനെ തിരിച്ചറിയുന്നത്. അതായത് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മമ്മ, അതായത് അമ്മയുടെ അമ്മ കൊറോത്ത് കുഞ്ഞിക്കാവ എന്ന് പറയുന്നൊരു സ്ത്രീയാണ് എൻ്റെ എല്ലാ പഠനത്തിൻ്റെ യൂണിവേഴ്സിറ്റി. അവർ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അമ്മമ്മയുടെ സ്കൂളിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അന്നുമില്ല ഇപ്പോഴും എൻ്റെ അടുത്തല്ല ഉള്ളത്. അപ്പോൾ അക്കാലത്തിൻ്റെ ഏറ്റവും തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടിന് താഴെ ഇങ്ങനെ കുറേ നമ്മൾ ഈച്ചിൽ എന്ന് പറയുന്ന സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പിലും മുകളിൽ 2 ഇരിപ്പിടം ഉണ്ടാവും. ആ ഇരിപ്പിടത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും വരുന്ന ദിവസങ്ങൾ ആലോചിച്ചിട്ടിരിക്കുന്ന ഒരു ഉണ്ണിയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ വീട്ടിൽ 4 പെൺകുട്ടികളായിരുന്നു. അതിൽ 3 ആളുടെ കല്യാണം കഴിഞ്ഞ് ഒരാൾ മാത്രം ആവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ അച്ഛൻ മേമണ്ട ഹൈസ്കൂളിൽ പ്യൂണായിരുന്നു. അപ്പം അദ്ദേഹം ഒരു 10-30 കിലോമീറ്റർ ദൂരം ദിവസവും നടന്നിട്ടാണ് എനിക്ക് തോന്നുന്നു 1990 വരെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഷോർട്ട് വഴി എന്നുള്ള രീതിയിൽ അതൊരു ശീലം അതായിരുന്നു. അങ്ങനെയുള്ള 2 മനുഷ്യരാണ് കൊറോത്ത് PK കണ്ണൻ എന്ന് പറയുന്ന കൊറോത്ത് കുഞ്ഞിക്കാവ എന്ന് പറയുന്ന 2 മനുഷ്യരിലൂടെയാണ് ഞാൻ വലുതാവുന്നത്. ആ വലുതാവലിൻ്റെ എല്ലാ ഗുണവും എല്ലാ ദോഷവും എൻ്റെ ഉള്ളിലുണ്ട്. അക്കാലത്ത് ഞാൻ കെട്ടിപ്പിടിച്ചിട്ടില്ലാത്ത ഞാൻ ഒരു സ്ത്രീയെ ആദ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നത് 18ാമത്തെ വയസ്സിലാണ്. ആ 18 വയസ്സ് വരെ സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ കൗതുകമുണ്ട്. എനിക്ക് എൻ്റെ നാട്ടിൽ പോലും സ്ത്രീയോട് സംസാരിക്കുമ്പം തന്നെ ആ സ്ത്രീ എന്ന് പറയുന്ന ആ സ്ത്രീ സൗഹൃദത്തെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ അല്ല. അന്ന് ആണിനും പെണ്ണിനും വേറെ ബെഞ്ച് തന്നെയാണ്. അങ്ങനെ വളർന്നു വന്ന എനിക്ക് എൻ്റെ ചുറ്റിലുമുള്ള മനുഷ്യരിലുള്ള വ്യത്യാസങ്ങൾ, അവരുടെ ക്ലാസ്സിൽ പൊതുസമൂഹം പറയുന്ന ക്ലാസ്സിലുള്ള സ്വഭാവത്തിലുള്ള സംസ്കാരത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ എന്നെ വല്ലാത്ത രീതിയിൽ അറിയാനോ അല്ലെങ്കിൽ കൗതുകത്തിലൂടെയോ ശ്രദ്ധിക്കാനുള്ളൊരു ത്വര എന്നിലുണ്ടായിരുന്നു. അറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ത്വര എന്ന് പറയുന്ന വാക്ക് എന്നെ തമാശയാക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഉടലാഴത്തിലെ ഇരിക്കപ്പൊറുതിയില്ലാത്ത ഗുളികൻ ഉണ്ടാവുന്നതും തന്തപ്പേരിലെ നരിമഞ്ചൻ ഉണ്ടാവുന്നതും ഇനി വരാനിരിക്കുന്ന പേരിട്ടിട്ടില്ലാത്ത മുഖ്യ കഥാപാത്രം ഉണ്ടാവുന്നതൊക്കെ. ഇതിന് ഒരേ സമയത്ത് ഞാനായി രൂപപ്പെട്ടതിൻ്റെ ഏകാന്തതകളുണ്ട്, ഞാനായി ആഗ്രഹിച്ചതിൻ്റെ ഒരുപാട് തേടലുകളുണ്ട്, ഞാൻ ആഗ്രഹിക്കുകയും എനിക്ക് കിട്ടാതെ പോവുകയും ചെയ്ത പ്രണയങ്ങളും സൗഹൃദങ്ങളുമുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ ഞാനിപ്പം എന്തായിരിക്കും എന്നോട് ചോദിക്കുക എന്ന ചോദ്യത്തിന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തായിരിക്കും ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് പറയാൻ. എനിക്ക് തോന്നുന്നു എൻ്റെ തോറ്റുപോയ പരാജയപ്പെട്ടു പോയ സിനിമകൾ എൻ്റെ തോറ്റുപോയ
പരാജയപ്പെട്ടു പോയ കവിതകളാണ് എൻ്റെ സിനിമകൾ. വളരെയേറെ ഹൃദയസ്പർശിയായ ഒരു മറുപടി. ഒരുപക്ഷെ ഞാൻ കുറേ കൂടി സോഷ്യോ പൊളിറ്റിക്കലൊക്കെ ആയ ഒരു റെഡിമെയ്ഡ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ വളരെ സെൻറ്റിമെൻ്റലായ, ഒരുപക്ഷെ നമ്മളൊക്കെ ഏതാണ്ട് ഒരു പ്രായക്കാർ, ആ ഒരു പ്രായത്തിലെ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിയുടെ, പ്രത്യേകിച്ച് ആൺകുട്ടിയുടെ പലതരത്തിലുള്ള ഒറ്റപ്പെടലുകളുടെയോ ഇൻസെക്യൂരിറ്റീസിൻ്റെയോ ഒക്കെ ഒരു ചിത്രം അതിനകത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഈ ജെൻഡർ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ജെൻഡറുമായി ബന്ധപ്പെട്ട സന്നിഗ്ധതകളെയൊക്കെ കുറേ കൂടി അർബനൈസ്ഡായ ഒരു ലോകത്തു നിന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്കറിയാം, ഇപ്പം നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മിക്കവാറും അത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. അത് ഗ്രാമങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പുതിയൊരു ലോകത്തോട് വിനിമയം ചെയ്യാനുള്ളൊരു ഭാഷ ഗ്രാമങ്ങൾക്കും ഉള്ളിലുള്ള വനമേഖലകൾക്കോ ഇല്ലാതെ പോകുന്നത് കൊണ്ട് അവ വിസിബിൾ ആവുന്നില്ല എന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഒരു ക്യൂർ പ്രൈഡ് പോലെയുള്ള, അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റീസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഐഡൻറ്റിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യതകൾ നഗരത്തിൽ താരതമ്യേന കുറച്ചുകൂടെ കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. ഉടലാഴം ഒരുപക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രിമിറ്റീവായ കേരളത്തിലെ ഒരു ഗോത്ര ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗുളികൻ്റെയും ഒക്കെ ഈ ഒരു സംഘർഷങ്ങൾ, പലതരത്തിലുള്ള ഐഡൻറ്റിറ്റിയുടെ സംഘർഷങ്ങൾ, അന്വേഷണങ്ങൾ അതൊടുവിൽ എത്തി ചേരുന്നത് ഒരുപക്ഷെ ഈ വിശാലമായ ഒരു കാടിൻ്റെ പശ്ചാത്തലം. അത് വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയായി എനിക്ക് തോന്നുന്നുണ്ട്. ഒരേ സമയത്ത് അത് മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന്, സ്വത്വബോധത്തിന് നേരെയുള്ള പലതരം കയ്യേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നു. സമാനമായത് പ്രകൃതിക്ക് നേരെയുള്ള പലതരം കയ്യേറ്റങ്ങളെയും പ്രശ്നങ്ങളെയും. ഈ രണ്ട്, അതാണ് ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞത്. തീർച്ചയായും അത് മാത്രമല്ല, അതിനോട് ചേർന്ന് വരുന്ന അനേക പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതിനെ രണ്ടിനെയും ഒരുപക്ഷെ പാരലലായി അല്ലെങ്കിൽ പരസ്പരം അനുകൂലങ്ങളായി നോക്കിക്കാണുന്ന ഒരു ആലോചനയും കൂടി എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് കൂടെ. എൻ്റെ ആദ്യത്തെ പുസ്തകം വിപരീതം, ഗർഭപാത്രമുള്ള ഒരു പുരുഷൻ്റെ സാഹസിക ജീവിതം, DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ട്രൈബൽ ട്രാൻസ്ജെൻഡറായ ഒരു മനുഷ്യൻ്റെ, എനിക്കൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തകമായിരിക്കും അതെന്ന് തോന്നുന്നു. ആ പുസ്തകത്തിന് 65 രൂപയായിട്ടാണ് വില. ഇന്നും അതിൻ്റെ ആദ്യത്തെ പതിപ്പ് വിറ്റ് തീർന്നിട്ടില്ല. അത് എന്നെ കൗതുകപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പുസ്തകം ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും പഴക്കമുണ്ട്. ആ പുസ്തകത്തിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-13 വർഷം പഴക്കമുണ്ട്. ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതവിടെ, ആ പുസ്തകം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഗുളികൻ എന്ന് നമ്മുടെ സിനിമയിൽ കഥാപാത്രമായി വന്നത് ചാത്തൻ, തീക്കടി എന്ന് പറയുന്ന ഉന്നതിയിലുള്ള, നിലമ്പൂരിനടുത്ത ഉന്നതിയിലുള്ള ചാത്തൻ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതമാണ് ആ പുസ്തകം. അതിനകത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തെ അറിയുകയും എങ്ങനെ ആയിരിക്കും ഒരു ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ പഠിക്കുന്നത് ആ സമയത്താണ്. പക്ഷേ ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതം തന്നെ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ അന്ന്, ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അന്ന് അത്ര ക്രിട്ടിക്കലായിരിക്കുന്ന ഒരു സമയത്ത് ഒരു ട്രൈബൽ ട്രാൻസ്ജെൻഡറായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ നാട്ടിൽ പറയും, ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എവിടെയോ പറയുന്നുണ്ട്, പൊയ്ത്തതിൻ്റെ മേലെ നായും തൂറി എന്ന്. ഇത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ ആ ജീവിതത്തിൽ നിന്നാണ് ഗുളികൻ എന്ന് പറയുന്ന കഥാപാത്രം ഉടലാഴത്തിൽ വളർന്നു വരുന്നത്. അപ്പോൾ ഉടലാഴത്തിൽ ഈ കഥാപാത്രം വളർന്നു വരുമ്പം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എനിക്ക് പരിചയമില്ലാത്ത, എന്നിലില്ലാത്തൊരു കഥാപാത്രത്തെ എഴുതി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര പണിയാണ്. നിങ്ങൾ ഏത് കഥാപാത്രം എടുത്താലും നിങ്ങളൊരു കഥാപാത്രത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഇത്തിരി ഉണ്ടാവും. അങ്ങനെ അല്ലാത്തൊന്നിനും എനിക്ക് ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് സെൻട്രൽ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. ഗുളികനിലും ഇരിപ്പുറയ്ക്കാത്തൊരു ഞാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കതിനെ അയാളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്, സിനിമയിൽ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പം ഈ ഗുളികൻ അനുഭവിക്കുന്ന ഒരു വേദന ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ എവിടെയോ ഞാൻ കണ്ടുമുട്ടുകയോ ഞാനും അനുഭവിക്കുകയും ചെയ്തത് കൊണ്ടാണ് എനിക്ക് അതിൻ്റെ വേദനയെ കുറച്ചും കൂടി ജീവിപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഉടലാഴം ആ രീതിയിൽ സാധ്യമായതെന്ന് തോന്നുന്നു. മാത്രമല്ല, എൻ്റെ മുന്നിൽ എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ചെയ്യാവുന്നൊരു സിനിമയായിരുന്നു ഉടലാഴം. പക്ഷേ എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഡോക്ടേഴ്സ് ഡിലമയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അവരെന്നോട് ശാഠ്യം പിടിക്കാത്തത് കൊണ്ടും എനിക്കതിൽ നിർബന്ധമുള്ളത് കൊണ്ടും അതിനകത്തൊരു ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വേണം. ഞാൻ പല ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല ചില അഭിനേതാക്കളെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. കാരണം ഇവരെ കണ്ണ്, സ്കിൻ ടോണൊക്കെ നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്താലും ചിലപ്പോൾ അത് എൻ്റെ പരിമിതിയായിരിക്കും, എനിക്കത് നിർബന്ധമാണ്. അങ്ങനെ ഗുളികൻ്റെ കണ്ണിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഗുളികനെ കിട്ടും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം കഥാപാത്രങ്ങളെ ആ രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നതും അത്തരം സിനിമകൾ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് തന്തപ്പേരിലേക്ക് എത്തുമ്പോൾ ഏകദേശം അതുപോലെ തന്നെയാണെങ്കിലും അത് മുഴുവനായും ഞാൻ അതിനെ തിയേറ്റർ എന്നുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ടിക്കറ്റ് വിറ്റ് പോകുന്ന സിനിമ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള സിനിമ ചെയ്യുക എന്ന് തന്നെയായിരുന്നു. കാരണം ഇഷ്ടമില്ലാത്തത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ടും, കാരണം എനിക്ക് 100 കോടിയല്ല എൻ്റെ സ്വപ്നം. സംവിധായകൻ എന്നുള്ള രീതിയിൽ എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് അടയാളപ്പെടുകയൊന്നും വേണ്ട, എന്നെ സ്നേഹിക്കുന്ന കുറച്ചും കൂടി മനുഷ്യരെ എനിക്ക് വേണം. അതെനിക്ക് ഭയങ്കര കംഫർട്ടും ഭയങ്കര സന്തോഷമാണ്. അതാണ് ഇതിനേക്കാളൊക്കെ എനിക്ക് ഈ അവാർഡൊക്കെ കിട്ടുമ്പോൾ എൻ്റെ സന്തോഷം. ഇപ്പം നേരത്തെ കേരളത്തിൽ വരുമ്പോൾ ഒരു 10 ആളെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് സിനിമയുടെ ബലത്തിൽ, എൻ്റെ എഴുത്തിൻ്റെ ബലത്തിൽ എന്നോട് സംസാരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിലേക്ക് എത്താനുള്ള അത്രയും കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്താനുള്ള എൻ്റെ ചില ശ്രമങ്ങൾ കൂടെയാണ് എൻ്റെ സിനിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ ഒരു ലിറിസിസ്റ്റ് കൂടിയാണ് ശരിക്കും, അല്ലേ? ഒരു പാട്ടെഴുത്തുകാർ, കവി എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ. ഉടലാഴത്തിൻ്റെ കൗതുകങ്ങളിലൊന്ന്, ഞാനൊരു വടകരക്കാരനാണ്. നമ്മുടെ പൂമാദേവി പൊന്നമ്മയുടെ പാട്ട് സവിശേഷമായൊരു വിധത്തിൽ ഇംപ്രവൈസ് ചെയ്ത് സിത്താര പാടുന്ന ഒരു സന്ദർഭമുണ്ട്. അത് വലിയ സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. കാരണം വടക്കൻ പാട്ടുകളൊക്കെ നേരത്തെ പലതരത്തിൽ നമ്മുടെ നവോദയ ചിത്രങ്ങളിലൂടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു അംശത്തെ, അതിനകത്തുള്ള ഒരു വ്യക്തിത്വമുള്ളൊരു സ്ത്രീ കഥാപാത്രത്തെ, പ്രത്യേകിച്ചൊരു കീഴാള സ്ത്രീയെ അടയാളപ്പെടുത്തുന്ന പൂമാദേവി പൊന്നമ്മ പാട്ടേട്ടാൽ എന്ന പാട്ടിനെ അതിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് പുതിയൊരു രീതിയിൽ ഇംപ്രവൈസ് ചെയ്തിട്ട്. അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഈ ഉള്ളിലെ ഒരു കവിയെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നതിനപ്പുറത്ത് ഇനിയും അത് പ്രതീക്ഷിക്കാമോ? ഒരുപക്ഷെ ഞങ്ങളങ്ങനെ കാത്തിരിക്കേണ്ടതുണ്ടോ ഒരു ഉണ്ണികൃഷ്ണൻ ആവള എന്ന കവിയെ? എല്ലാ കാത്തിരിപ്പും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് കാത്തിരിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായി അതെനിക്കൊരു ഭാരമല്ലേ. എൻ്റെ വഴിക്കങ്ങ് വിടുക, ചിലപ്പോൾ വന്നേക്കാം. പൂമാദേവി പൊന്നമ്മ ശരിക്കും ആ പാട്ട് മനു മഞ്ജിത്താണ് പൂരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പാട്ട് ആ സിനിമയിൽ ആവശ്യമുണ്ടായിരുന്നു. കാരണം കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ട് വളർന്ന, ചോറ് തരുന്നത് തൊട്ട് ഓരോ വടകരക്കാരനും ആവളക്കാരനൊക്കെ കേട്ട പാട്ടാവും അത്. അതിന് ഒരു ഭയങ്കര രസമുള്ള ഒരു താളവും കനത്ത വരിയുമാണ്. അപ്പോൾ ഇത് എൻ്റെ അനിയൻ ഹരികൃഷ്ണൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലിനീഷ് എന്ന് പറയും. ലിനീഷിൻ്റെ അമ്മമ്മ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് മണിമല എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു രാത്രി ഇരുന്ന് റെക്കോർഡ് ചെയ്ത പാട്ടാണ് പൂമാദേവി പൊന്നമ്മ. അവർ ഭയങ്കര രസമായിട്ട് ആ പാട്ട്, പണ്ട് അവരുടെ നെല്ല് കൊയ്യുന്ന ഓർമ്മയിൽ നിന്നാണ് അവർ പാടുന്നത്. ഈ പാട്ട് ഞാൻ സിത്താര ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പം അവർ ആ പാട്ട് കേട്ടിട്ട് അത് ഭയങ്കര രസമായി, നല്ല രസമുള്ള പാട്ടാണ് എന്ന് തിരിച്ചറിയുന്നു. അതിനെ തുടർന്നാണ് പിന്നെ ആ പാട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ആ പാട്ട് അത് എഴുതേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഞാൻ ഷൂട്ടിൻ്റെ തിരക്കിലാണ്. അപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒരാൾ എഴുതട്ടെ, ഞാനിത് ഇവിടെ ചെയ്യാം, അത് ടീച്ചർ മാനേജ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ സിത്താരയാണ് ശരിക്കും പറഞ്ഞാൽ മനു മഞ്ജിത്തിനെ കൊണ്ട് ആ വരി ബാക്കി എഴുതിക്കുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണ്. പക്ഷേ എനിക്ക് പൂമാദേവി പൊന്നമ്മേനേക്കുള്ള ആ സിനിമയിലെ ഇഷ്ടം, പുഴയിൽ ജലമെടുക്കാൻ പോയ വേരിന് വെട്ടേറ്റതറിഞ്ഞൊരു പെണ്ണിലയുടെ നോവാർന്ന ഉണ്ണികൃഷ്ണൻ്റെ എൻ്റെതായത് കൊണ്ടല്ല, അതല്ല അല്ല, ആ വരികളാണ് ശരിക്കും ആ സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യം സിത്താര എടുത്ത് പോയപ്പോഴും ഞാൻ ആ വരിയാണ് പറഞ്ഞത്. അതിൽ ഗദ്യമാണോ പദ്യമാണോ എന്നറിയാത്ത, അത് കവിതയായിരിക്കും, പക്ഷേ ഗദ്യമാണോ പദ്യമാണോ എന്നറിയാത്ത അതിനെ അവരത്രയും അറിവ്, സംഗീതത്തിലുള്ള അവബോധം കൊണ്ടാണ് അവരതിനെ മെരുക്കി, അതിനെ വേദനിപ്പിക്കാതെ അങ്ങനെ ഒരു പാട്ടാക്കി അതിനെ എടുത്തത്. എൻ്റെ ഫുൾ ക്രെഡിറ്റ് സിത്താര കൃഷ്ണകുമാർ തന്നെയാണ്. സിത്താര ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2015 വിമൻസസ് എന്ന ഡോക്യുമെൻ്ററി റിലീസ് ചെയ്യുന്നത്. ആർത്തവം എന്ന വാക്ക് ഈ 2026 നാം പരിചരിക്കുമ്പോൾ അത്രമേൽ ഒരു സെൻസിറ്റീവായ ഒരു വാക്കല്ല. അതങ്ങനെ ആയിത്തീർന്നത് വെറുതെ അല്ല. കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധിയായ സംവാദാത്മക സമരങ്ങളുടെ ഒരു ബാക്കി പത്രമാണ്. പ്രത്യേകിച്ച്
ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി, ആ കോടതി വിധിക്കെതിരെ വന്നിട്ടുള്ള തീവ്ര വലതുപക്ഷ യാഥാസ്ഥിതിക ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എതിർപ്പുകൾ, അതിനെതിരായി ഉണ്ടായിട്ടുള്ള ചെറുപ്പക്കാരുടെയും ഒരുപക്ഷെ ജനാധിപത്യവാദികളുടെയും പ്രതിരോധങ്ങൾ തുടങ്ങിയവയൊക്കെ കേരളം കണ്ട, കോവിഡിന് തൊട്ട് മുൻപായി കേരളം കണ്ട ഏറ്റവും വലിയൊരു സാംസ്കാരിക മുന്നേറ്റമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനോടൊക്കെ ചേർന്ന് വെക്കാവുന്ന വിധത്തിൽ, വളരെ പ്രവചന സ്വഭാവിയായ വിധത്തിൽ ഈ പ്രശ്നങ്ങളെ പരിചരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി കേരളത്തിൽ ഇറങ്ങുകയുണ്ടായി. ഏതു വിധത്തിലാണ് ആ ഡോക്യുമെൻ്ററി സ്വീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്തരം ഒരു മൂവ്മെൻറ്റുകളോട് ചേർന്ന് വെച്ചുകൊണ്ട് ഒരു ചരിത്രത്തിൻ്റെ ഒരു യാദൃച്ഛികത എന്നോണം ഇങ്ങനെ ഉള്ള രണ്ട് സംഭവങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് വന്നത്? അതിനെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ? വിമൻസസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഞാൻ ആദ്യം എൻ്റെ വീട്ടിലാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തത്. കാരണം ഇതിൻ്റെ എഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ചോദിക്കും, ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടുപോയി വിട്ടു? അപ്പം ഞാൻ പറയും, എന്താണ് പാപം? കാരണം അതിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഹിന്ദു അനുഷ്ഠാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് സ്ത്രീയെ മാറ്റി നിർത്തുന്നത്, അതിൻ്റെ പരികർമ്മി സ്ഥാനങ്ങളിൽ നിന്ന്, പൗരോഹിത്യ സ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീയെ മാറ്റിവെച്ചുകൊണ്ട് വെറും ആരാധനയ്ക്ക് ഉള്ള ആരാധനക്കാരി മാത്രം ആരാധനാപാത്രമാക്കി മാറ്റുന്ന ഒരു സംവിധാനം അതിനകത്തുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതിലോട്ട് ഇതിൻ്റെ അകത്ത് നടന്ന ഈ കാലഗണന പ്രധാനപ്പെട്ടതാണ്. കാരണം അന്ന് എൻ്റെ അമ്മയ്ക്ക് ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് ഒരു പുല്ലുവായ എടുത്തിട്ട് അച്ഛൻ്റെ കൂടെ കിടക്കാതെ താഴെ കട്ടിലിന് ചോട്ടിൽ വിരിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ മകൾ വലുതാവുമ്പോൾ എനിക്കറിയായിരുന്നു എൻ്റെ വീട്ടിൽ ഈ പായ് ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന്. കറക്റ്റ് ആ സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഞാൻ പലപ്പോഴും എന്നെ ടച്ച് ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പം ഞാൻ ആ പുല്ലുവായിൽ നിന്നാണ് വിമൻസസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. കാരണം എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഒരു പുല്ലുവായി അമ്മ വെക്കാൻ എൻ്റെ റൂമിൽ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, ആ സമയത്തും അവരെൻ്റെ കൂടെ തന്നെ കിടക്കണം. അപ്പോൾ ആ സമയത്ത് അവരെ എനിക്കാവുന്നത് പോലെ ശുശ്രൂഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു ആർത്തവം ഇടപെടുന്നത്, അതിൽ നിന്നാണ് അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പം എൻ്റെ ഒരു ബന്ധുവിൻ്റെ അമ്മ പറയുന്നു, ആർത്തവമുള്ള സമയത്തായിരുന്നു അവരുടെ അച്ഛൻ മരിച്ചത്. അപ്പം ഈ മരിച്ചാൽ അവസാന സമയത്ത് വെള്ളം കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്, അതിന് പോലും അവരെ വിളിച്ചില്ല, ബോഡി ദൂരെ നിന്ന് കാണേണ്ടി വന്നു. അപ്പോൾ ഇത് ഒരു സ്ത്രീക്ക് ജൈവികമായിട്ടുള്ള ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് പുരുഷൻ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് അങ്ങനെയാണ് അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ എനിക്കതിൽ മനസ്സിലായത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കേരളം ഉൾപ്പെടെ എത്രമാത്രം തെയ്യങ്ങളുണ്ട്, ഇത്രയും വിശ്വാസത്തെ, ദൈവസങ്കല്പത്തെ ഇത്രയും ഗംഭീരമായി അനുഭവിക്കുന്നത് തെയ്യപ്പറമ്പുകളിലാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഈ തെയ്യപ്പറമ്പുകളിൽ പുരുഷനാണ് അവിടെ കെട്ടുന്ന വേഷങ്ങളും ഒക്കെ പുരുഷനാണ് അവതരിപ്പിക്കുന്നത്. മിക്കതും ഉഗ്രമൂർത്തിയായ അമ്മ സങ്കല്പത്തിലാണ്. അപ്പോൾ അമ്മയെ അവതരിപ്പിക്കുന്നത് നെഞ്ചിലെ രോമം പഠിച്ചു കളഞ്ഞ് കക്ഷത്തിലെ രോമം പഠിച്ചു കഴിഞ്ഞിട്ടാണ് തെയ്യം കെട്ടുന്ന പുരുഷൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ പറയുക, സൈഡിൽ നിന്ന് നീ ആരാധിച്ചോ. അപ്പോൾ ആ സമയത്തൊരു വലിയൊരു സാധനം ഉണ്ടായിരുന്നത്, തെയ്യക്കൂത്ത് എന്ന് പറയുന്ന തെയ്യമുണ്ട്, ഇത് തെയ്യമാണ് എന്നായിരുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഉരിയാട്ടമില്ലാതെ അത് നോക്കിയാൽ മതി എങ്ങനെയാണ് അനുഷ്ഠാനത്തു നിന്ന് സ്ത്രീയെ പുരുഷൻ അല്ലെങ്കിൽ ആചാരവ്യവസ്ഥകൾ അരിക്കാക്കിയെന്ന്. കാരണം അത് കൂത്താണ്, മലൈക്കൂത്ത് എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ പേര്. അപ്പോൾ അതിന് തെയ്യെന്ന് പോലും അതിന് പേരിട്ടില്ല, മലൈക്കൂത്താണ്. പിന്നീട് നവീകരിച്ച് ആ പേരൊക്കെ നവീകരിച്ച് പത്രക്കാരും ആചാരക്കാരൊക്കെ നവീകരിച്ചാണ് അതിനെ ഇപ്പം തെയ്യമാണെന്ന് പറയുന്നത്. അതിനകത്ത് ഒരു തെയ്യത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗം അതിമനോഹരമാവുന്നത്, അല്ലെങ്കിൽ ഇത് ആരാധിക്കുന്ന മനുഷ്യരുമായിട്ട് അത് ചേർന്ന് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അനുഗ്രഹിക്കുമ്പോഴാണ്. മക്കളെ ഞാൻ കാത്തോളാം, മഴ പോലെ വരുന്നത് മഞ്ഞ് പോലെ ഞാൻ കാത്തോളാം, ഞാനിവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അച്ഛനെയും അമ്മയും പോലെ ചേർത്ത് പിടിക്കുന്നത്. അതിനിതില്ല, അതിന് വെറും പറച്ചിൽ ഒന്നുമില്ല, സ്ത്രീയുടെ ഒച്ച പുറത്ത് വരില്ല, പകരം അരി എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം മിണ്ടാതാക്കി അരി എറിഞ്ഞ് നീ എത്ര പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. കെട്ടുന്നത് സ്ത്രീയാണ്. അത് മലൈക്കൂത്ത് എന്നായിരുന്നതിൻ്റെ പേര്. ഇപ്പം അത് തെയ്യം എന്തെങ്കിലും വിളിക്കാൻ തുടങ്ങി എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. ഇത്തരം അതിന് നമ്മുടെ ഈ വാചാലമില്ല, അതെ, അനുഗ്രഹമൊഴികളില്ല അതിൽ, അത് അരിയേറ് മാത്രം. വളരെ പ്രധാനപ്പെട്ടൊരു അതെ. ഇത് പലരും ചോദിക്കുന്നത് തെയ്യമല്ലേ, ഇത് അല്ലേ, അത് മലൈക്കൂത്ത് എന്നായിരുന്നു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പം അത് തെയ്യമായിട്ട് ആളുകൾ പരിഗണിക്കുന്നു. ആയിക്കോട്ടെ, എന്നാലും ശരി, അതിൻ്റെ ഒരു വ്യത്യാസം മാറി വരുന്നുണ്ടല്ലോ. അനുഷ്ഠാനങ്ങൾ എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു മനുഷ്യൻ ഇന്ന് ഭൂമിയിലില്ല.
അല്ലെങ്കിൽ എൻ്റെ ചലച്ചിത്ര എൻ്റെ രാഷ്ട്രീയ ബോധത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുക അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നിരുന്ന ക്ലാസ് അല്ല കേട്ടോ, പറഞ്ഞു തന്നിരുന്നൊരു മനുഷ്യനല്ല ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്നത്. ആ മനുഷ്യരൊന്നും ഇല്ലാത്ത ലോകത്താണ് അനൂപേട്ടൻ, കെ വി, അവരൊന്നും ഇല്ലാത്ത ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് ആലോചിക്കുമ്പോൾ ഒരു ഞെട്ടലും ഈ ഒരു സമയത്ത് അവരില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും എനിക്കുണ്ട്. എല്ലാ സിനിമകളുടെയും മുന്നിൽ അവരുണ്ടാവും എൻ്റെ കൂടെ. പ്രദീപൻ മാഷ് സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്സിൻ്റെ മാത്രമല്ല ഒരു ഈസ്തറ്റിക്സിൻ്റെയും ശക്തനായ ഒരു വക്താവാണ്. ഭയങ്കര നഷ്ടമാണ് അതിൻ്റെ ഒരു സന്തുലനമെന്നോ അല്ലെങ്കിൽ അവ പരസ്പര പൂരകമായി നിൽക്കുന്നത് എങ്ങനെയെന്നോ മാഷിൻ്റെ നാടകങ്ങളും കലാവിമർശനവും ചലച്ചിത്രഗാന പഠനങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കും. മലയാളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിന് തീർച്ചയായും ഒരു വലിയ വേദനാജനകമായ പ്രായമൊന്നും ആയിട്ടല്ല പ്രദീപൻ പാമ്പിരിക്കുന്നത് നമ്മെ വിട്ടുപോകുന്നത്. ഒരുപക്ഷെ ഒരാളിൽ നിന്ന് നമ്മൾ തുടങ്ങുകയും പല മനുഷ്യരിലേക്ക് എത്തിച്ചേരുകയും പലരിലേക്ക് പടരുകയും ചെയ്യുന്നു. ഈ വർത്തമാനങ്ങൾ എൻ്റെ കൂടി അധ്യാപകനായ പ്രദീപൻ മാഷിലേക്ക് കൂടി എത്തുന്നു. മാഷിന് ആദരാഞ്ജലികൾ. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പറയുന്ന തന്തപ്പേരിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ തന്നെ ആ സിനിമയുടെ ടാഗ് ലൈനിൽ കൊടുത്തതുപോലെ ഒരാവളക്കാരൻ്റെ ചിത്രം, ഞാനതിനെ ഒന്ന് തിരുത്തുന്നു, ഒരാവളക്കാരൻ്റെ ഇൻ്റർനാഷണൽ ചിത്രം. ഒരു കാര്യം ഇൻ്റർനാഷണൽ ആവുന്നത് അത് ഏതെങ്കിലും ഗ്ലോബലായ നിർണ്ണയിക്കപ്പെടുന്ന അജണ്ടകൾക്ക് ചേർന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ല, നേരെ മറിച്ച് നമ്മുടെ ദേശ ജീവിതത്തെ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഒരു ഇൻ്റർനാഷണൽ ഡെസ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണലായ ഒരിടത്ത് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും സെറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ അജണ്ടകൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്യുമ്പോഴല്ല. ആ അർത്ഥത്തിൽ കൂടിയാണ് ഞാനത് ഒരു ആവളക്കാരൻ്റെ ഒരു ഇൻ്റർനാഷണൽ ചിത്രം എന്നതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആവളയിൽ നിന്നുള്ള യാത്ര നിലമ്പൂരിലെത്തുകയും നിലമ്പൂരിലെ വനമേഖലകളിലെ ഏറ്റവും പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാവുന്ന ചോല നായ്ക്കരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ആ സിനിമ ഒരർത്ഥത്തിൽ അത് അങ്ങേയറ്റം പൊളിറ്റിക്കലാവുമ്പോഴും മറ്റൊരർത്ഥത്തിൽ അത് കാഴ്ചയുടെ ഒരു പോയറ്റിക്കലായ ഒരു അനുഭവമായി തീരുകയും ഒരു ഇൻ്റർനാഷണൽ സ്വഭാവം പുലർത്തുന്ന വിധത്തിലുള്ള ദൃശ്യഭാഷ അതിന് കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു കാഴ്ചക്കാരൻ, ഒരു ഓഡിയൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ ബോധ്യം. അതിനുള്ള സ്നേഹവും സന്തോഷവും ഞാൻ ഉണ്ണികൃഷ്ണനെ അറിയിക്കുന്നു. അതൊരു ചെറിയ യാത്രയല്ല, അതിൻ്റെ പിറകിലുള്ളൊരു സ്ട്രഗിള് ചെറുതല്ല. എങ്ങനെയാണ് ഈ ഒരു പ്രമേയത്തിലെത്തിയത് എന്ന ചോദ്യത്തിൽ നമുക്ക് ആരംഭിക്കാം. ഫസ്റ്റ് പറഞ്ഞ ലാസ്റ്റ് പേജ് ഒടുവിലെത്താറ്, അതിനകത്ത് ഞാൻ ആ ഡോക്യുമെൻ്റിൻ്റെ തുടക്കകാലം വി ഷബ്ന, ഡാറ്റസ്, ഷമീർ മച്ചിങ്ങൽ, ഇവരൊക്കെ വളരെ പ്രബലരായ അന്നത്തെ മാധ്യമപ്രവർത്തകരാണ്. അവർക്കൊപ്പമാണ് എൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷമീർ മച്ചിങ്ങലാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ ക്യാമറാമാൻ. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത്, നിങ്ങൾ ഇതാണ് കേട്ടോ നിങ്ങളുടെ ഫീൽഡ്. ഈ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഒരു ദിവസം എന്നോട് പറയാം, നിങ്ങൾ എത്ര കാലമായി എക്സ്പീരിയൻസിൽ? ഞാൻ അന്നേ തുടങ്ങിയിട്ടില്ല, അന്നാണ് ഞാൻ മൂപ്പരുടെ അസിസ്റ്റൻ്റായിട്ട് പോയത്. ലാസ്റ്റ് പേജ് ഡോക്യുമെൻ്റിൻ്റെ സമയത്ത്. അപ്പം ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂപ്പരുടെ അസിസ്റ്റൻ്റാണ്, മൂപ്പരാണ് ക്യാമറാമാനെങ്കിൽ ഞാൻ കൂടെ നിന്ന് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ മൂപ്പരോട് നിങ്ങളുടെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നി ഒരു 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനെ പോലെയാണ് നിങ്ങൾ പെരുമാറുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ വാക്കാണ് എന്നെ ഇവിടെ ഇരുത്തിയത്. കാരണം അന്ന് അദ്ദേഹം തന്ന ആ ഒരു കോൺഫിഡൻസ് അപ്പോൾ എനിക്ക് തന്നെ തോന്നി, ആണല്ലേ ഇയാൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അയാൾ അങ്ങനെ വെറുതെ പറയില്ലല്ലോ. അങ്ങനെ തുടങ്ങിയ ആ യാത്രയിൽ അന്ന് ഒരു 10-17 കൊല്ലം മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത വളരെ സ്വാഭാവികമായി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ കരുളായിലെ കൊട്ടുപാറ കോളനി, അന്ന് കോളനി ഇപ്പോൾ ഉന്നതി, കൊട്ടുപാറ ഉന്നതിയിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നോട് സംസാരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, എന്നെ എൻ്റെ ഇഷ്ടമില്ലാതെ കൊണ്ടുപോയിട്ട് എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വന്ധ്യംകരിച്ചിട്ടുണ്ട്, ഇന്നയാളാണ് കൊണ്ടുപോയത്, അവരിങ്ങനെയാണ് കൊണ്ടുപോയത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ആദ്യം എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു ഓപ്പറേഷൻ എന്നല്ലേ. പിന്നീട് ഞാനിത് റീവൈൻഡ് എടുത്ത് വീട്ടിൽ നിന്ന് കണ്ടിട്ട് അവിടെയുള്ള എൻ്റെ ജീവിത പങ്കാളിയുടെ അച്ഛനോട് ചോദിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു
അപ്പോൾ അച്ഛനാണ് പറയുന്നത് ഇന്ന് ഈ സമയത്ത് അവിടെ ഇങ്ങനെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് മറുനാട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോയി വന്ധ്യംകരിച്ചിട്ടുണ്ടെന്ന്. അവിടുന്ന് ഇങ്ങോട്ടുള്ള പാരലി, ഞാൻ മറ്റു പലരും ചെയ്യുന്നുണ്ട്, പക്ഷേ ആ അന്വേഷണത്തിൻ്റെ കുളത്ത് അവിടെ തുടങ്ങിയിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടുള്ള അന്വേഷണമാണ് ശരിക്കും പറഞ്ഞാൽ തന്തപ്പേരിൽ എത്തി നിൽക്കുന്നത്. അതേ സമയത്ത് ഉടലാഴം കണ്ടിട്ട് എൻ്റെ സിനിമയുടെ തന്തപ്പേരിൻ്റെ സഹതിരക്കഥാകൃത്ത് വിനോദ് ചെല്ലൻ കൂടെ എൻ്റെ കൂടെ ചേരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന കുറേ അനുഭവങ്ങളും ഈ അന്വേഷണങ്ങളും കൂടെ ചേർന്നതാണ് ശരിക്കും പറഞ്ഞ തന്തപ്പേര്. പക്ഷേ എനിക്ക് തന്തപ്പേര് എന്ന് പറയുന്ന സിനിമ ഫിക്ഷനാണ് എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. കാരണം അത് ഫിക്ഷൻ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മനുഷ്യർ വേദനിക്കും. കാരണം ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ മലബാറിലെ പലതരം ഗോത്രവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അവർക്കതൊരു വേദന ആവരുത് എന്നുള്ളത് കൊണ്ട് ഞാനതൊരു ഫിക്ഷനാണ് എന്ന് കളവ് പറയുന്നു. ഇനി അത് ഞാൻ പറയുന്ന കളവ് അല്ല, അയാൾ പറയുന്നത് സത്യമാണ് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നിങ്ങൾ പോവുകയും അത് അന്വേഷിക്കുകയും ഇനി അവിടെ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ തന്തപ്പേര് അങ്ങനെ വരുന്നു. അപ്പോൾ തന്തപ്പേരിൻ്റെ ഭാഷ വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ്. കാരണം ഈ സമൂഹം അറനാടർ എന്ന് പറയുന്ന ഗോത്രവിഭാഗത്തിൽ ഇന്നാകെ എനിക്ക് തോന്നുന്നു യഥാർത്ഥ അറനാട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 100-ൽ താഴെയായിരിക്കും. അവരെ കൊണ്ട് ഈ സിനിമ ചെയ്യിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അതിന് വേണ്ട കഥാപാത്രങ്ങൾ ഒന്നും നമുക്ക് കഥാപാത്രമാവാൻ രൂപസാദൃശ്യമോ ഒന്നുമില്ല ആളുകൾ എനിക്കതിനകത്ത് കണ്ടെത്താൻ കഴിയും. അപ്പോഴാണ് വിനു പറയുന്നത് പിന്നെ നമുക്ക് ചോലനായ്ക്കർ എന്നുള്ള രീതിയിലേക്ക് നീങ്ങാം എന്നുള്ളത്. അപ്പോൾ ചോലനായ്ക്കരുടെ ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 4-5 തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഈ 4 ഭാഷകൾ, തുളു, 5 ഭാഷകളുടെ സങ്കര ഭാഷയാണ്, ആദി ദ്രാവിഡ ഭാഷയാണ് ചോലനായ്ക്കർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഭാഷയിൽ സിനിമ ചെയ്യുക എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല ചോലനായ്ക്കർ അഭിനയിക്കുക എന്നത് അവർ കിങ് ഓഫ് ദ ഫോറസ്റ്റ് തന്നെയാണ്. ഇപ്പം ഇന്നും വിനു പറയുന്നൊരു സാധനമുണ്ട്, ചോലനായ്ക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റ് ട്രൈബൽ ഗ്രൂപ്പിന് പോയി, ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ പരമാധികാര സ്വാതന്ത്ര്യ വ്യവസ്ഥയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വേറൊരു രീതിയാണ്. അപ്പോൾ ഷൂട്ടിനിടയിൽ എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം നടന്നാൽ അവിടെ അവസാനിക്കും ആ സിനിമ. അന്നത്തെ ഷൂട്ടല്ല ഞാൻ പറഞ്ഞത്, ആ സിനിമ അവിടെ അവസാനിക്കും. ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള വാക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ജെനുവിനായിട്ടുള്ള എന്നാൽ ഒരു തരത്തിലും സ്വാതന്ത്ര്യബോധത്തിൽ ഇടപെടാൻ കഴിയാത്ത അഭിനേതാക്കളെ വെച്ച് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊരു പുതിയ അറിവായിരുന്നു, പുതിയൊരു പരിശീലനമായിരുന്നു. ഭയങ്കര കഷ്ടപ്പാട് എന്നൊക്കെ ആളുകൾ ഇപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു അതിനപ്പുറത്ത് ഞാനത് ആസ്വദിച്ചിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ ടീം. തന്തപ്പേര് എന്ന് പറയുന്നത് എനിക്കൊപ്പം ഉണ്ടായ എനിക്ക് ഉടലാഴത്തിന് ശേഷം എൻ്റെ കൂടെ നിൽക്കുന്ന എന്നെ മനസ്സിലാവുക. എനിക്ക് എപ്പോഴും വേണ്ടൊരു സാധനം എന്ന് വെച്ചാൽ എന്നെ മനസ്സിലാവുക എന്നുള്ളതാണ്. ഞാൻ സെറ്റിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ അലറൊന്നുമല്ല ചെയ്യുക, ഞാനങ്ങ് ഡൗൺ ആയി പോകും. അപ്പോൾ ഇത് മനസ്സിലാവുന്ന ആളുകളാണ് എൻ്റെ ചുറ്റിലുള്ള 2-3 മനുഷ്യർ. എപ്പോഴും അതിലൊന്ന് എൻ്റെ ക്യാമറാമാനായിരിക്കും. ഈ തന്തപ്പേരിൽ നിങ്ങൾക്ക് കാണാം അസോസിയേറ്റോ അസിസ്റ്റൻ്റോ ഒന്നും ഉണ്ടാവില്ല, ഡയറക്ടേഴ്സ് അസിസ്റ്റൻ്റൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 4-5 പേര് ചെയ്തെടുത്ത ഒരു സിനിമയാണ്. അങ്ങനെ കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒന്ന് കോസ്റ്റ് ഒരു പ്രശ്നമാണ്, രണ്ടാമത് ടേസ്റ്റ്. അസിസ്റ്റൻ്റ് ആവാൻ വരുന്ന ആളുകൾ പലപ്പോഴും അസിസ്റ്റൻ്റ് ആവാനാണ് വരിക. ഇങ്ങനെയുള്ള ഒരു സിനിമ ഇപ്പം ഇതിനകത്ത് വരുന്ന ഒരാൾക്കും മനസ്സിലാവില്ല ഇത് എന്താണ് ഇവൻ ചെയ്തെടുക്കുന്നത്. ഇത് അവസാനം ഡെസ്കിൽ കൊണ്ടുപോയി ഒട്ടിച്ചെടുക്കുമ്പോഴാണ്, ഫെസ്റ്റിവലിൽ കാണുമ്പോഴാണ് ഇതിനകത്തുള്ള, എനിക്ക് തോന്നുന്നു അതായത് ക്യാമറമാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ ഫസ്റ്റ് കാണുമ്പോഴാണ് അവർക്കിത് മനസ്സിലാവുന്നത്. DI സ്യൂട്ടിൽ വെച്ചിട്ട് ഇതായിരുന്നു ഇവൻ ഉദ്ദേശിച്ച സിനിമ. കാരണം അതിനിടയിൽ ചിലപ്പോൾ ഞാൻ വള്ളി വലിക്കുന്ന അല്ലെങ്കിൽ അവർ നടക്കുന്ന സമയത്തൊക്കെ ഞാൻ പല ആംഗിളിൽ നിന്ന് ഈ സാധനം എടുക്കണമെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ എന്നെ നോക്കിയിട്ട് പറയും, ഇത് എന്തിനാണ് എടുത്തു വയ്ക്കുന്നത്, ആവശ്യത്തിനില്ല. ഞാൻ അല്ല, ഇതും കൂടെ വേണം. കാരണം ഇത് സ്ക്രിപ്റ്റിനപ്പുറത്തേക്ക് നമ്മൾ അവിടെ അപ്പോൾ കടക്കുക ചെയ്യുക, സ്ക്രിപ്റ്റ് അതിൽ പകുതിയുള്ളൂ. അങ്ങനെ സിനിമ ചേർത്ത് ഡെസ്കിൽ നിന്ന് ഈ സിനിമയായി വരുമ്പോൾ ഇവൻ ഒരു നല്ല സിനിമ ചെയ്യും, അല്ലെങ്കിൽ ഇവൻ്റെ ഒരു സിനിമ ഇവൻ ചെയ്യും എന്ന് വിശ്വാസമുള്ള ടീമിനെ എനിക്ക് ഒപ്പം നിർത്താൻ പറ്റും. അല്ലെങ്കിൽ ഞാനവിടെ പരിഹസിക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ക്രൂവിനെ വളരെ കുറച്ചാണ് ചെയ്യുക. ഇങ്ങനെയാണ് ഉടലാഴം വന്നത്. അപ്പോൾ തന്തപ്പേര് വന്നത്. തന്തപ്പേരിൽ ഉടലാഴത്തിലും എൻ്റെ ക്യാമറമാനായിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ മോനാണ് സിനിമ ചെയ്തത്. അതിനപ്പുറത്ത് അമ്പിളി മൈഥിലിയാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ. വിനോദ് ചെല്ലൻ സഹതിരക്കഥാകൃത്താവുന്നു. ജിനു ആണ് എഡിറ്റ് ചെയ്യുന്നത്. ജിനു എൻ്റെ എന്നുവെച്ചാൽ 17 വർഷം മുൻപുള്ള എൻ്റെ സുഹൃത്താണ്. അപ്പു ഭട്ടതിരിയാണ് ഉടലാഴം ചെയ്തതെങ്കിൽ അന്നും ജിനു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹിഷാമാണ് എന്നെ പ്രൊജക്റ്റ് കോർഡിനേറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യരിൽ, എന്നിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരിൽ
നിന്നാണ് എനിക്ക് ആ സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ മനുഷ്യരുടെ സ്നേഹവും വിശ്വാസവും എനിക്കുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് സാധനം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പരാജയപ്പെട്ട കവി അവിടുന്ന് തുടങ്ങുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെയെങ്കിലും എനിക്കൊന്ന് ഞാനായിട്ട് നിൽക്കണ്ടേ. അതാണ് മേക്കിങ്ങിൻ്റെ ഒരു രസമാണ് എൻ്റെ ഏറ്റവും വലിയ രസം. അല്ലാതെ സിനിമ അതിനപ്പുറത്ത് പോകുമ്പോൾ ഞാൻ അതിനെ എൻജോയ് ചെയ്യുന്നതിനേക്കാളും മനസ്സിൽ വിചാരിച്ചൊരു ഷോട്ട് എടുക്കുമ്പോൾ അതൊന്ന് രാത്രി ഞാനും മോയും ഇരുന്നിട്ട് ലാപ്പിൽ കാണുമ്പോൾ അത് തിയേറ്ററിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഉള്ള ആ സന്തോഷത്തിനേക്കാളും വലുതല്ല സിനിമ മുഴുവനായിട്ട് പുറത്തു വരുന്ന അഭിപ്രായം. അങ്ങനെയാണ് തന്തപ്പേര് ഉണ്ടാവുന്നത്. പിന്നെ ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അങ്ങേയറ്റത്തെ സ്നേഹവും അവരുടെ ഒരു കൂട്ടിപ്പിടിക്കലുമുണ്ട്. കാരണം അത്ര സിനിമ അഭിനയിച്ചുകൊണ്ടേയിരിക്കെ എനിക്ക് പറ്റൂല പറഞ്ഞ് പോവും. നരിമഞ്ജനം അത്ര ബ്രില്യൻ്റായ ആക്ടറാണ്. ഈ സിനിമയ്ക്ക് ശേഷം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ചോലനായിക്ക വിഭാഗത്തിൽ നിന്ന് അവർ ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടാവുന്നതാണ്. കാരണം അതിന് വേണ്ടിയുള്ളൊരു പരിശീലനം കൂടിയായിരുന്നു ഈ സിനിമ. കാരണം നമുക്കടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകും. പക്ഷേ ചോലനായിക്കരെക്കുറിച്ച് അല്ലെങ്കിൽ ചോലനായിക്കരെ ജീവിതവും അവരും അവിടെ ഉണ്ട്. അത് മാത്രമല്ല അവരെങ്ങനെ ലോകത്തെ കാണുന്നു, അവർ മുഖ്യധാര ആദിവാസി വിഭാഗത്തെ കാണുന്ന സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പകരം ആദിവാസി വിഭാഗം, ഗോത്ര വിഭാഗം മുഖ്യധാരയെ കാണുന്ന സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. അത് ഏകദേശം ഇപ്പം സാധ്യമാണ് എന്നാണ്, നടക്കാനിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ കൂടെ കൊണ്ട് തന്നെ തന്തപ്പേര് ഒരു വലിയ സന്തോഷം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഈ സന്തോഷം എൻ്റെ ഉള്ളിലേ ഉള്ളൂ. എനിക്ക് കൂടെ പൈസ മുടക്കാൻ എൻ്റെ കൂടെ നിന്ന എൻ്റെ പങ്കാളിക്ക് ടെൻഷനാണ്, എൻ്റെ സുഹൃത്തുക്കൾക്ക് ടെൻഷനാണ്. കാരണം ഞാൻ എന്താണ് ഇതിനു വേണ്ടി ഈ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ത് ചെയ്യും. പക്ഷേ ഈ സിനിമ ഞാൻ നല്ല വിശ്വാസത്തിലായിരുന്നു ഈ സിനിമ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സ്വീകരിക്കപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷേ നാളെ ആകുമ്പോൾ എൻ്റെ കാര്യം ഭയങ്കര ടെൻഷനിലാവും, എൻ്റെ പങ്കാളിയുടെ കാര്യം ടെൻഷനാവും. കാരണം പേ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ അളവ് ഓരോ മാസത്തെ അടവ് അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ട് ഇത് ചർച്ചയാവും. കാരണം ടീച്ചറുടെ അടവ് തെറ്റി, മാഷാകെ പ്രശ്നത്തിലാണ്, സാമ്പത്തികമായിട്ട് കുടുങ്ങുന്നു. പക്ഷേ അതേ ഇടത്ത് എന്നെ അവരുടെ PTA അവരും കൂടെ വിളിച്ചിട്ട് ഉടലാഴത്തിൻ്റെ ഈ സന്തോഷം അവർ പങ്കെടുത്തു എന്ന് പറയുന്നിടത്ത് മനുഷ്യൻ എന്നുള്ള രീതിയിലും ഊർജ്ജമുണ്ട് എന്നുള്ള രീതിയിലും ഞാൻ ആത്മവിശ്വാസിയാണ്. ഇത്രയും അനുഭവങ്ങളാണ് തന്തപ്പേര് എനിക്ക് തന്നത്. പിന്നെ ഇതിൻ്റെ ദൃശ്യപരിചരണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. നല്ല അത് വളരെ ചുരുങ്ങിയ ഒരു സാങ്കേതികതയെ ഉപയോഗിച്ച് ആർട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എൻ്റെ ദൃശ്യത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് റസാഖ് കോട്ടക്കലാണ്. അപ്പോൾ റസാഖ് കോട്ടക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘമായ കാലത്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്, ക്യാമറയൊന്നുമല്ല, ക്യാമറേൻ്റെ പുറകിലുള്ള മനസ്സാണ് വിഷ്വൽ ഉണ്ടാകുക. അത് തന്നെയാണ് ഞാനിതിൽ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് എപ്പോഴും അസിസ്റ്റ് ചെയ്യുന്ന ക്യാമറമാരെയായിരുന്നു സിനിമാറ്റോഗ്രാഫറാക്കാൻ ഇഷ്ടം. കാരണം എനിക്ക് എൻ്റെ ദൃശ്യം അവരിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം ഒരു മുഴുവൻ ക്യാമറാമാനായ ഒരു മനുഷ്യനേക്കാളും അതുകൊണ്ടാണ് മോക്ക ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ സമയത്തും മുഹമ്മദ് കെ ഞാനാണ് നിർബന്ധിച്ചു കൊണ്ടിരുന്നതും ചെയ്യുന്നതും ഈ രീതിയിൽ. കാരണം എൻ്റെ വിഷ്വൽ എനിക്ക് എടുത്തു തരാൻ അവരുടെ ക്യാമറയ്ക്ക് കഴിയില്ല, അവരുടെ ഹൃദയത്തിനേ കഴിയുള്ളൂ. ആ ഹൃദയമുള്ള മനുഷ്യരാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സിനിമയിലേക്ക് എത്തുമ്പോൾ ഞാൻ വേറൊരു ക്യാമറമാനെ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സിനിമയുടെ ദൃശ്യതയെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു ചലഞ്ച് വേണമെങ്കിലാണ് ഞാൻ അങ്ങനെ നോക്കുക. അപ്പം അത് മാത്രമല്ല, അതിൻ്റെ കൂടെ DIയിൽ വർക്ക് ചെയ്ത ലിജു പ്രഭാകരുണ്ട്. എനിക്ക് ആ മനുഷ്യനോടുള്ള കടപ്പാട് പറഞ്ഞാൽ മതിയാവില്ല. കാരണം DI എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസ ചിലവുള്ള പരിപാടിയാണ്. പക്ഷേ ഉടലാഴത്തിന് ശേഷം ഞാനൊരു സിനിമ ചെയ്യുന്നു, എനിക്ക് മറ്റു വഴികൾ സാമ്പത്തികമായിട്ട് ഇപ്പോഴില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങ് വായോ, ഞാനും ഇവിടെ ഇല്ലേ എന്ന് പറയുന്ന കണ്ണൂർക്കാരനായ ഒരു മനുഷ്യൻ കൊച്ചിയിൽ റെങ്ക് റൈസ് എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തുമ്പോൾ ഞാനതിനെ സിനിമ ചെയ്യാൻ പഠിക്കുന്നത്. അദ്ദേഹം ഒരു പൈസ പോലും വാങ്ങാതെ എൻ്റെ കൂടെ ഞാനായിരുന്നു DIയിൽ കളറ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. കാരണം മോക്ക ആ സമയത്ത് അദ്ദേഹത്തിന് ബിന്നാലെയൊക്കെ ആയിട്ട് കുറേ തിരക്കുള്ളത് കൊണ്ട് ഞാനാണ് ഇരുന്നത്. മാത്രമല്ല എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഞങ്ങൾ മോക്ക ചില ദിവസം വരും, അധിക സമയം ഞാനിരിക്കും. ആ സമയത്ത് ആ സിനിമയെ നിറപ്പെടുത്തുന്നത് 6 ക്യാമറയിലാണ് സിനിമ ഷൂട്ട് ചെയ്തത് പല വർഷങ്ങളിൽ. അതിനെയൊക്കെ ഒരേപോലെ ആക്കിയെടുക്കാനും നിറം കൊടുക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ സാമർഥ്യം, മോക്കയുടെ എന്താ പറയുക, സ്നേഹിക്കാനും ഈ പറയുന്ന പോലെ അത്രയും തീവ്രമായ സർഗാത്മക ശേഷി, പിന്നെ അതിൻ്റെ ഹെലിക്യാം ജിബ് ഷോട്ടുകളെ പോലെ തന്നെ നമ്മൾ മുഴുവൻ ഉപയോഗിച്ച് ഹെലിക്യാം വെച്ചിട്ടാണ്. അതിൻ്റെ സായൂജിൻ്റെ കഴിവ്, ഈ 3 പേരുടെ കഴിവാണ് ദൃശ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ മൊത്തം ടീമിൻ്റെ ഒരു മാനസിക ചേർച്ചയും അധ്വാന ശേഷിയുമാണ് തന്തപ്പേര്. ഒരേ സമയം സിനിമ കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഒരു മൂലധന സംരംഭമാണ്. അതേസമയം തന്നെ മനുഷ്യരുടെ സർഗാത്മകതയുടെ
ഏറ്റവും ശക്തമായ സമര ആവിഷ്കാരവുമാണ്. ഇവിടെ ഇതാ നേരത്തെ ഉണ്ണികൃഷ്ണൻ ആവള തന്നെ പറഞ്ഞതുപോലെ ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കൊണ്ട് ഊറി ഉറച്ചു വന്ന് കലഹിച്ചും പിണങ്ങിയും തർക്കിച്ചും ധാരാളം സ്നേഹിച്ചും ഒരുമിച്ച് നടന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കൂട്ടായ അധ്വാനത്തിൻ്റെ, പഠനത്തിൻ്റെ, ഒരുപക്ഷെ ഒരു ഗോത്ര ജീവിതവുമായുള്ള സഹജീവനത്തിൽ നിന്ന് സ്വയം തിരുത്തി നവീകരിച്ചതിൻ്റെ ഒരു ഉദാഹരണമായി, ഒരു മികച്ച കലാസൃഷ്ടിയായി നമുക്കൊരു സിനിമ ലഭിച്ചിരിക്കുന്നു. മലയാളത്തിനൊരു സിനിമ ലഭിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് ഒരു സിനിമ ലഭിച്ചിരിക്കുന്നു. തന്തപ്പേര് തീർച്ചയായും ഇതൊരു മാതൃകാപരമായ സംരംഭമാണ്. അതതിൻ്റെ സൗന്ദര്യാത്മകമായ തലത്തിലായാലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലായാലും അത് മുന്നോട്ട് വയ്ക്കുന്ന സജീവമായ രാഷ്ട്രീയ ചോദ്യങ്ങളിലായാലും. ഏറെ നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ. നല്ല സന്തോഷം തോന്നുന്നു. കാരണം ഇങ്ങനെ ഇതൊരു ഇൻ്റർവ്യൂ ആയിട്ടല്ല ഫീൽ ചെയ്തത്. സംസാരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് മനസ്സ് തുറക്കാൻ കഴിയുന്നു എന്നുള്ള നിങ്ങളെ ചോദ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. സന്തോഷം. താങ്ക് യു.